മുഹാജിർ കരുളായിയുടെ ഗോസേവ എന്ന പുസ്തകത്തിൽ നിന്നും ബല്ലാത്ത ജാതി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയം ഇക്ബാൽ. കഥ ബല്ലാത്ത ജാതി. ഉച്ചയൂണും കഴിഞ്ഞ് സിറ്റൗട്ടിലിരിക്കുമ്പോഴാണ് കുഞ്ഞമ്മായി വിളിക്കുന്നുണ്ടെന്ന വിവരം സഹോദരി പറഞ്ഞത്. അവർ പലപ്പോഴും എന്നെ വിളിക്കാറുള്ളത് അവരുടെ വീടിനകത്ത് സൂക്ഷിക്കുന്ന നേർച്ചപ്പെട്ടിയിലെ പണം എണ്ണി തിട്ടപ്പെടുത്താനാണ്. സമചതുരത്തിലുള്ള മരത്തിൻ്റെ പെട്ടിയിൽ 4 അറകൾ. അതിലെ ഓരോ അറകളിലും ഓരോ മക്കാമുകളിലേക്കും ആളുകൾ നേർച്ച നേരുന്ന പണം അതാത് അറകളിൽ വയ്ക്കും. ചുറ്റുവട്ടത്തെ സ്ത്രീഭക്തരാണ് അധികവും കുഞ്ഞമ്മായിയുടെ നിക്ഷേപകർ. മനസ്സിൽ നെയ്യത്ത് വെച്ച തുക തികയുമ്പോഴേ അത് കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുക്കൂ. കൂട്ടത്തിൽ ചുറ്റുവട്ടത്തെ വീടുകളിൽ നേർച്ച നേർന്ന ആട്, കോഴി, താറാവ് തുടങ്ങിയവയും കയറ്റി അയക്കും. കൂട്ടാനും കിഴിക്കാനും എണ്ണാനും ഒന്നും അറിയില്ലെങ്കിലും നോട്ടുകളുടെ കളർ നോക്കി 5ഉം 10ഉം 20ഉം ഒക്കെ അവർ മനസ്സിലാക്കും. കുഞ്ഞമ്മായിയുടെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് മക്കാമുകളും ഉറൂസ് നേർച്ചകൾ നടത്തുന്ന പള്ളികളിലുമൊക്കെ സ്ഥിരം സന്ദർശകനും അവിടത്തെയൊക്കെ പിരിവുകാരനുമൊക്കെയായിരുന്നു. ഭർത്താവിൻ്റെ മരണശേഷം തന്നാൽ കഴിയുന്നതുപോലെ അതൊക്കെ കുഞ്ഞമ്മായി ഇന്നും നോക്കി നടത്തുന്നു. മക്കളില്ലാത്തതുകൊണ്ടാകാം എല്ലാ കുട്ടികളെയും കുഞ്ഞമ്മായി കൊഞ്ചിക്കും. ഉമ്മമാരുടെ ഒക്കത്തിരിക്കുന്ന കുട്ടികളെ കണ്ടാൽ ഇടതു കൈപ്പത്തി നിവർത്തി വലതു കൈയിലെ ചൂണ്ടുവിരൽ കത്തി കല്ലിൽ മൂർച്ച അണയ്ക്കുന്നത് പോലെ കാണിച്ച് പ്രത്യേക താളത്തിൽ ആക്കണ കത്തി മൂക്കണ കത്തി ആരാൻ്റെ കുട്ടികളെ മൂക്കെത്തും എന്ന് പാടിയ ശേഷം വലത് ചൂണ്ടുവിരൽ കുട്ടികളുടെ മൂക്കിലേക്ക് മുട്ടിക്കും. കുട്ടികൾ തലതിരിച്ചാൽ വലതു കൈ മടക്കി മുട്ടുഭാഗം കൊണ്ട് കോ കോ എന്ന് പറയും. കുട്ടികൾക്ക് കളി രസിച്ചാൽ വീണ്ടും വീണ്ടും പാടി താളത്തിൽ കളിക്കും. കരഞ്ഞാൽ കുഞ്ഞമ്മായിയും കരയണ പോലെ കാണിച്ച് തട്ടം കൊണ്ട് കണ്ണീര് തുടച്ച് ഒരു ഭാഗത്തിരിക്കും. ചുറ്റുവട്ടത്തെ എല്ലാ വീടുകളിലും ഏത് സമയത്ത് കയറി ചെല്ലാനും ഭക്ഷണം കഴിക്കാനും കുഞ്ഞമ്മായിക്ക് പ്രത്യേക സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അവസാനമായി പൈസ എണ്ണിക്കൊടുത്തത്. ഇന്ന് എന്താവശ്യത്തിനാണ് അവ വിളിക്കുന്നത്? ഉച്ച കഴിഞ്ഞ് 1-2 പരിപാടികളുള്ള കാരണം കൊണ്ടാണ് പതിവ് ഉച്ചയുറക്കം പോലും ഒഴിവാക്കിയത്. കുഞ്ഞമ്മായി വിളിച്ച നേരത്ത് ചെന്നില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് എണതുണയില്ല, ഞാൻ ഫക്കീർ, ഞാൻ മിസ്കീൻ, മമ്പറത്തെ തങ്ങളേ എന്ന് എല്ലാവരോടും പറയും. പിന്നെ ഒരാഴ്ചത്തേക്ക് തെറ്റും. കഴിഞ്ഞ ആഴ്ച പൈസ എണ്ണി നേർച്ചപ്പെട്ടിയിൽ വെച്ച ശേഷം പോരാൻ ഒരുങ്ങുമ്പോൾ എന്താപ്പ എൻ്റെ ബേജാറ്, അവിടെ കുത്തിരിക്കുകയെന്നും പറഞ്ഞ് 1 മണിക്കൂർ സമയം പിടിച്ചിരുത്തി. കണ്ണേറ് തട്ടുന്നത് കൊണ്ടാണ് പണിയൊന്നും ശരിയാകാത്തത് എന്നും പറഞ്ഞ് ഉപ്പും മുളകും കയ്യിലെടുത്ത് എൻ്റെ തലയ്ക്ക് മുകളിൽ ഒഴിഞ്ഞ് എന്തൊക്കെയോ ചൊല്ലിപ്പറഞ്ഞ് ഊതി അടുപ്പിലേക്കിട്ടു. മുളകും ഉപ്പും അടുപ്പിലെ കനലിൽ കിടന്ന് പൊട്ടുകയും എരിവുള്ള മണം പരക്കുകയും ചെയ്തപ്പോൾ കുഞ്ഞമ്മായി അടുപ്പിലേക്ക് നോക്കി എന്നെ പ്രാഗിയവരെ തെറി വിളിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചിലും ചില ചൊല്ലി ഊത്തുമൊക്കെ കുഞ്ഞമ്മായി എൻ്റെ മേൽ പ്രയോഗിക്കാറുണ്ട്. എനിക്കതിലൊന്നും വിശ്വാസമില്ലെങ്കിലും പിണക്കേണ്ടെന്ന് കരുതി ഉള്ളാലെ ചിരിച്ച് നിന്നുകൊടുക്കും. ഞാൻ ഷർട്ടെടുത്ത് തോളിലിട്ട് കുഞ്ഞമ്മായിയുടെ വീട്ടിലേക്ക് നടന്നു. ചെറിയ ഒറ്റമുറിയും അടുക്കളയുമുള്ള ഓടിട്ട വീടാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ കുട്ടികൾക്ക് കുഞ്ഞമ്മായിയുടെ വീടിനകത്തേക്ക് കയറാൻ പേടിയായിരുന്നു. റൂമിലെ ഇരുട്ടും നേർച്ചപ്പെട്ടിയും എല്ലാം കൂടി ഒരുമാതിരി ഭയം. അന്നൊക്കെ കുഞ്ഞമ്മായി ജിന്നിൻ്റെയും ഒടിയൻ്റെയും പൊടിച്ചൂട്ടിൻ്റെയും ഷെയ്ത്താൻ്റെയും എല്ലാം കഥകൾ പറഞ്ഞു തരും. പേടിയോടെയാണ് എല്ലാം കേട്ടിരുന്നത്. വൈകുന്നേരമായാൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. ഉമ്മാനെ ചുറ്റിപ്പറ്റി മാത്രം നിൽക്കും. രാത്രിയിൽ മൂത്രമൊഴിക്കാൻ തോന്നിയാൽ ഉമ്മാൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ണടച്ചാൻ ഇരിക്കുക. പിന്നെ രാത്രി ഉറക്കത്തിൽ കരയുകയും ചെയ്യും. സ്ത്രീകൾ നട്ടുച്ച നേരത്ത് പുഴയിലിറങ്ങി മാറുവരെ വെള്ളത്തിൽ നിന്ന് മുടി അഴിച്ചിട്ട് 3 പ്രാവശ്യം മുങ്ങി നവർന്ന് നെഞ്ചത്തടിച്ച് ചേക്കുട്ടിപ്പാപ്പ എന്ന് വിളിച്ച് കരഞ്ഞാൽ ആ സ്ത്രീയെ ദ്രോഹിക്കുന്നവരെ ചേക്കുട്ടിപ്പാപ്പ എന്ന ജിന്ന് പേടിപ്പിച്ച് ഭ്രാന്തിളക്കുമെന്ന് കുഞ്ഞമ്മായി പറഞ്ഞതിന് ശേഷം കുഞ്ഞമ്മായി പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കാൻ ഞാൻ ചെറുപ്പത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയാണ് കുഞ്ഞമ്മായിക്ക് എന്നോട് പ്രത്യേക വാത്സല്യം തോന്നിയതും. കുഞ്ഞമ്മായി എന്നെ കാത്ത് ഇറയത്ത് തന്നെ മുറുക്കാനും തിന്ന് ഒരു കന്നാസും പിടിച്ചിരിക്കുകയാണ്. എന്നെ കണ്ടതും വായിലെ മുറുക്കാൻ വിരലുകൾക്കിടയിലൂടെ നീട്ടി തുപ്പി കുഞ്ഞമ്മായി പറഞ്ഞു, അമ്മാൻ്റെ കുട്ടി ഒരു സഹായം ചെയ്യണം. എന്താണ് കുഞ്ഞമ്മായി? അനക്ക് എടങ്ങേറാകുമോ? കുഞ്ഞമ്മായി ചോദിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സാധാരണ അധികാരത്തിൽ തന്നെ എന്നോട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന ആൾക്ക് ഇതെന്തു പറ്റിയെന്ന് ചിന്തിക്കുകയും ചെയ്തു. കുഞ്ഞമ്മായിക്ക് കുറച്ച് വെള്ളം കൊടുന്നു തരുമോ? എന്തേ, സുഖല്ലേ? എനിക്ക് 2 ദിവസമായി മേലാകെ തഞ്ചാരാണ്. രാത്രി ഉറക്കം തീരെ വരുന്നില്ല.
അതിന് ഡോക്ടറെ കണ്ടാൽ പോരെ? പോരാ, ഇത് ശൈത്താനനിയത്താണ്, ഡോക്ടറെ കണ്ടാലൊന്നും സുഖാകൂല എന്നും പറഞ്ഞ് കുഞ്ഞമ്മായി കയ്യിലുള്ള കന്നാസ് എനിക്ക് നേരെ നീട്ടി. എന്നാ ഇത് പൊടി, എനിക്ക് നടക്കാൻ പറ്റാഞ്ഞിട്ടാ. വളവിലെ മൗല്യാരുടെ അടുത്ത് പോയി ഊതിയ വെള്ളം കൊണ്ടുവര്, അത് കുടിച്ചാൽ എൻ്റെ ദീനം മാറും. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുമ്പോൾ അമ്മായി പറഞ്ഞു, എനിക്കാന്ന് പറഞ്ഞാൽ മതി, വേഗം കൊണ്ടുവര്, എനിക്ക് മനസ്സിനൊരു സ്വൈര്യമില്ല. കുറച്ച് സമയം അടിച്ചു നിന്ന ശേഷം ഷർട്ട് നേരെയിട്ട് ഞാൻ നടന്നു. കുറച്ചു കാലമായിട്ട് ഞങ്ങളുടെ നാട് അറിയപ്പെടുന്നത് ആ മൂല്യരുടെ പേരിലാണ്. എല്ലാ ദിവസവും അവിടെ ആളുകൾ വരുന്നുണ്ട്. ചുറ്റുവട്ടത്തെ കച്ചവട സ്ഥാപനങ്ങൾ വികസിച്ചു. കന്നാസും എണ്ണയും തേനുമൊക്കെ വലിയ മാർക്കറ്റുള്ള സാധനങ്ങളായി മാറി. ദൂരെ നിന്നൊക്കെ പലവിധ വാഹനങ്ങളിൽ ആളുകൾ വന്നിറങ്ങുന്നു. ഓട്ടോക്കാർക്കും ടാക്സിക്കാർക്കും ചാകര. ബസ്സുകളുടെ നെയിം ബോർഡിൽ വളവ് എന്ന സ്ഥലം വലിയ പട്ടണങ്ങളോടൊപ്പം സ്ഥാനം പിടിച്ചിരിക്കുന്നു. രാത്രി ഏറെ വൈകും വരെ പാട്ടും ബൈത്തും മൂത്തും, എന്നും കിലോ കണക്കിന് അരിയുടെ ബിരിയാണിയും. ഇതിനോടൊന്നും ഒരു നിലയ്ക്കും പൊരുത്തപ്പെടാത്ത ഞാൻ വല്ലാത്ത കെണിയിലാണ് പെട്ടിരിക്കുന്നത്. വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ അതും പ്രശ്നം. പ്രവാചകന്മാർക്ക് ദൈവം പ്രത്യേക കഴിവുകളൊക്കെ കൊടുത്തിരിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്, രോഗങ്ങൾ സുഖപ്പെടുത്താനും മറ്റും. ഇതിപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും ഓരോ അവതാരങ്ങൾ പൊന്തി വരുന്നു. എല്ലാവർക്കും നിറയെ ഭക്തന്മാർ, എല്ലാവരും പണം വാരിക്കൂട്ടുന്നു. ഇതിനെയൊക്കെ വിമർശിക്കുന്ന എൻ്റെ കയ്യിൽ തന്നെ കുഞ്ഞമ്മായി ഇത് ഏൽപ്പിച്ചിരിക്കുന്നു. കന്നാസിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് കുഞ്ഞമ്മായി വീണ്ടും എന്നെ അന്വേഷിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. വലിയ സന്തോഷത്തിലും ഉന്മേഷത്തിലുമാണ് കുഞ്ഞമ്മായി. 2 ദിവസം മുമ്പ് കണ്ട ക്ഷീണവും തളർച്ചയും നിരാശയുമില്ല. കുഞ്ഞമ്മായെ, ഇപ്പോൾ ഉറക്കമൊക്കെ എങ്ങനെ? ഞാൻ ചോദിച്ചു. നല്ല ഉറക്കം കിട്ടുന്നുണ്ട്, അഞ്ചാരും പോയി. എൻ്റെ ആ വെള്ളം കൊണ്ടുവന്നോണ്ടാ എൻ്റെ ശൈത്താൻ മാറിയത്. ഇതും പറഞ്ഞ കുഞ്ഞമ്മായി അകത്തേക്ക് കയറിയിരുന്നു. ഇതൊക്കെ കേട്ട് എൻ്റെ ഉമ്മ അതിശയത്തോടെ സംശയത്തോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം 2 ദിവസം മുമ്പ് വൈകുന്നേരം വീട്ടിലെ കിണറ്റിൽ നിന്ന് ഞാൻ വെള്ളം കോരി കന്നാസിൽ നിറയ്ക്കുന്നത് കണ്ട ഒരേ ഒരാൾ ഉമ്മയായിരുന്നു. എന്നെ ദേഷ്യത്തോടെ നോക്കി കുഞ്ഞമ്മായിയുടെ ചിരിച്ച ഉമ്മ പറഞ്ഞു, "ജ് വല്ലാത്ത ജാതി തന്നെ." മുഹാജിർ കരുളായിയുടെ ഗോസേവ എന്ന പുസ്തകത്തിൽ നിന്നുമുള്ള ജ് വല്ലാത്ത ജാതി തന്നെ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.